സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക പ്രവർത്തന രംഗത്തും ജില്ലയ്ക്ക് അഭിമാനമാവുകയാണ് കോട്ടക്കൽ ആസ്ഥാനമായുള്ള മരവട്ടം മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടക്കൽ. 5 കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനും ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. അനുനിമിഷം വളർന്നുവരുന്ന സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം ജില്ലയുടെ ശുഭപ്രതീക്ഷയാവുകയാണ് കോട്ടക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാടാമ്പുഴ മരവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടക്കൽ. 2016 കോളേജ് ആരംഭിക്കുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, സിവിൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയാണ് പ്രധാന കോഴ്സുകൾ. ഏറ്റവും നൂതനമായ സാങ്കേതിക തികവും വിദഗ്ധരായ അധ്യാപകരുടെ പ്രഗത്ഭമായ അധ്യാപന ശൈലിയും മലബാർ പോളിടെക്നിക് കോട്ടക്കലിനെ ടെക്നിക്കൽ പഠന രംഗത്ത് ഒന്നാമതാക്കുന്നു. ആൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE അംഗീകാരവും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ DTE കേരള ഗവൺമെന്റിന്റെ അംഗീകാരവും മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടക്കലിലെ കോഴ്സുകൾക്കുണ്ട്. ഓരോ കോഴ്സുകൾക്കും 60 സീറ്റുകളാണ് നിലവിൽ. വിശാലമായ വർക്ക്ഷോപ്പും വിപുലമായ പ്രാക്ടിക്കൽ ലാബ് സംവിധാനങ്ങളും പഠനം എളുപ്പവും ഹൃദ്യവുമാക്കുന്നു. 3500 സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ ലൈബ്രറിയും റീഡിംഗ് ഏരിയയും ഏറെ വിജ്ഞാനപ്രദവും ആകർഷകവുമാണ്. പരിസ്ഥിതി സൌഹൃദ വൈഫൈ ക്യാമ്പസ്, ഭാഷാ പഠന കേന്ദ്രം, ക്യാന്റീൻ സൌകര്യം, വിദ്യാർത്ഥികളുടെ യാത്രാ സൌകര്യാർത്ഥം കോളേജ് ബസ്സുകൾ, കലാ സർഗശേഷികൾ അരങ്ങേറ്റാൻ ഓപ്പൺ എയർ തിയേറ്റർ എന്നീ സൌകര്യങ്ങൾ മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടക്കലിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നയിക്കുന്നു. പഠനത്തോടൊപ്പം വ്യാവസായിക അടിസ്ഥാനത്തിൽ ജോലി എന്ന നൂതന ആശയവുമായി ബന്ധപ്പെടുത്തി LED ബൾബ് നിർമ്മാണ വിപണന യൂണിറ്റും കോളേജിൽ സജീവമാണ്. ഏകദേശം 900 കുട്ടികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 60 സ്റ്റാഫുകളും ഇതിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളെ സമൂഹത്തിലെ ടെക്നീഷ്യന്മാരായി മാറ്റുന്നതോടൊപ്പം തന്നെ കോളേജിനെയും ഇൻഡസ്ട്രിയെയും കണക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആയിട്ടും മോട്ടോ ആയിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ LED ബൾബ് നിർമ്മാണ യൂണിറ്റ് നിലവിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1000-ഓളം LED ബൾബുകൾ ഇവിടെ വിദ്യാർത്ഥികൾ നിർമ്മിക്കുകയും അത് മാർക്കറ്റിലേക്ക് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ NSSന്റെ 2 വർഷക്കാലം മാത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും പുനർജനി ക്യാമ്പിലൂടെ മലപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിൽ 1,14 ലക്ഷം രൂപയുടെ അസറ്റുകൾ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ അവിടെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അതുപോലെ 50ഓളം വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തുകൊണ്ട് 10ാം ക്ലാസ്സിലെയും 11ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തുകൊണ്ട് സൗജന്യമായി വീട്ടിലൊരു ടെക്നീഷ്യൻ എന്ന ഒരു പ്രോഗ്രാം കൂടി നമ്മൾ ഈ കഴിഞ്ഞ വെക്കേഷനിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള വിദ്യാർത്ഥികളെ തൊഴിലാളികളാക്കുന്ന അല്ലെങ്കിൽ സ്കിൽഡ് ലേബർ ആക്കുന്നതോടൊപ്പം തന്നെ അവരെ അതിന്റെ എംപ്ലോയേഴ്സ് എന്നുള്ള നിലയിൽ ഒരു തൊഴിൽ ദാതാക്കളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ കൂടി നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയുള്ള NSS ടെക്നിക്കൽ സെല്ലിന്റെ പ്രവർത്തനങ്ങളും എടുത്തു പറയേണ്ടതാണ്. പുനർജനി പദ്ധതി പ്രകാരം 1,14 ലക്ഷം രൂപയുടെ സാങ്കേതിക വികസന പ്രവർത്തനങ്ങൾ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയതിന് കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അവാർഡ് കോളേജിന് ലഭിച്ചിട്ടുണ്ട്. സ്വച്ഛ് ഭാരത് ക്യാമ്പയിൻ, ഹെൽത്ത് സർവേ, ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയ സാമൂഹിക പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളും മലബാർ പോളിടെക്നിക്കൽ കോളേജ് കോട്ടക്കലിനെ വ്യത്യസ്തമാക്കുന്നു. പുതിയ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ.